അദ്ദേഹത്തിന് ശാസ്ത്രത്തിലും സാഹിത്യത്തിലും കലകളിലൊക്കെ ഒരുപോലെ താല്പര്യമുണ്ടായിരുന്നു. കവനകുതുകം എന്ന് പറയുന്ന പദ്യമാസികയുടെ, അന്ന് പദ്യമാസികയൊക്കെ ഇറക്കാന്ന് പറഞ്ഞാൽ വലിയ വലിയ സാഹസമായുള്ള കാര്യമാണ്. ഗദ്യമാസികകൾ തന്നെ ആളുകൾ വായിക്കാറില്ല. പിന്നെ പദ്യമാസികയുടെ കാര്യം പറയാനുണ്ടോ, അതും ശ്ലോകം. അങ്ങനെയുള്ളൊരു മാസിക നടത്താൻ അതിൻ്റെ സർവാധികാരിയായിട്ട് എത്രയോ കാലം അദ്ദേഹം പ്രവർത്തിച്ചു. അതുപോലെ ഇവിടെ സൂചിപ്പിച്ച കഥകളി, കൂടിയാട്ടം മുതലായിട്ടുള്ള കലകളെ കുറിച്ചിട്ടുള്ള അതിൻ്റെയൊക്കെ പ്രോത്സാഹനത്തിന് വേണ്ടി രാത്രി മുഴുവൻ ഇരുന്ന് അദ്ദേഹം അക്ഷരശ്ലോകം കേട്ട് ആസ്വദിച്ച് നിരൂപണം ചെയ്ത് അതിന് വേണ്ട ഗുണദോഷങ്ങൾ പറഞ്ഞുകൊടുത്ത് വിദ്യാർത്ഥികളെ വേണ്ട ഉപദേശങ്ങൾ നൽകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എത്രയോ കാലം. പ്രധാനമായും ഇവിടെ സൂചിപ്പിച്ച KPCയുടെ മറ്റേ കുണ്ടൂർ സ്മാരക സദസ്സിലാണ്, KPC പട്ടതിരിപ്പാടിൻ്റെ കുണ്ടൂർ സ്മാരക സദസ്സിലാണ്. അല്ലാതെ തൃശ്ശൂരുണ്ടായിരുന്ന അഖില കേരള അക്ഷരശ്ലോക പരിഷത്തിൻ്റെ ഒക്കെ ഇതിലുണ്ടായി. പക്ഷെ അദ്ദേഹം ഈ കലയിലും സാഹിത്യത്തിലും കവിത എഴുത്തില് അദ്ദേഹത്തിൻ്റെ പ്രതിഭയെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ എഴുതിയ നമ്മുടെ എൻ്റെ സുഹൃത്ത് വിജയകൃഷ്ണൻ എൻ്റെ കൈപ്പുണ്യം ഉണ്ടല്ലോ, അങ്ങനെ പറയുന്നത്. അതിന് ആ പുസ്തകത്തിൻ്റെ പേര് കൈപ്പുണ്യം എന്നാണ്. ഈ വൈദ്യരത്നം പരമ്പരയിൽ വന്നിട്ടുള്ള മനീഷികളെല്ലാം കൈപ്പുണ്യമുള്ളവരായിരുന്നു, ഇപ്പോഴുള്ളവരുൾപ്പെടെ. ഏതാണ്ട് ഈ പാരമ്പര്യം തന്നെ കൈപ്പുണ്യം എന്ന പാരമ്പര്യയിൽ കിട്ടിയതാണെന്ന് തോന്നുന്നു. വാസ്തവത്തിൽ എന്താ ഈ കൈപ്പുണ്യം? അത് ഒരു ദൈവാനുഗ്രഹമാണോ? അതൊരു ഗുരു കൃപയാണോ? അതോ ഇത് വളരെ കാലത്തെ സ്വപ്രയത്നം ഉണ്ടാക്കിയെടുക്കാവുന്ന സാധനമാണോ? ഇതിൻ്റെയൊക്കെ മീതെ എന്തോ ആണ്. അതോടുകൂടിയാണ് ഒരു വൈദ്യൻ 100% ആ നാമധേയത്തിന് അർഹനായി മാറുന്നത്. നിങ്ങൾക്കറിയാം, തൃശ്ശൂർ പഴയ തലമുറയിലുള്ള ശ്രീ ബാലചന്ദ്രനെ പോലുള്ള ആളുകൾക്കൊക്കെ അറിയാം ഡോക്ടർ VK നാരായണൻ. പഴയ തലമുറയിൽ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അറിയുണ്ടാവില്ല. അദ്ദേഹത്തെ കുറിച്ച് പ്രസിദ്ധ കവി VK ഗോവിന്ദൻ നായർ, VKG എന്ന് പറയുന്ന VK ഗോവിന്ദൻ നായർ, അദ്ദേഹം ഒരു ശ്ലോകം എഴുതിയിട്ടുണ്ട്. കുന്നോളം ദ്രവ്യമേകും വലിയ ധനികരെ കൺകുളിർക്കെ കടാക്ഷിക്കുന്നോരൊന്നല്ല രണ്ടല്ല, അവനിയിൽ വിളികൊള്ളുന്ന വൈദ്യാഗ്രഹന്മാർ തന്നോരെയും തരാത്തോരെയും ഒരു നിലയിൽ കാണുവാൻ കണ്ടെഴുന്നോർ ഒന്നോ രണ്ടോ ഭവത്സന്നിഭർ പരമവരാൽ വൈദ്യശാസ്ത്രം കൃതാർത്ഥം എന്ന്. പരമവരാൽ വൈദ്യശാസ്ത്രം കൃതാർത്ഥം, അതാണ് എൻ്റെ രത്ന ചുരുക്കം. തന്നോരെയും തരാത്തോരെയും ഒരു നിലയിൽ കാണുവാൻ കണ്ടിരുന്നോർ ഒന്നോ രണ്ടോ, അങ്ങനെയുള്ള അവരെയാണ് വൈദ്യ അഗ്രഹന്മാർ എന്ന് പറയുന്നത്. അങ്ങനെ സമൂഹത്തെ സേവിച്ചൊരു മഹാ മനുഷ്യനായിരുന്നു ഇന്ത്യനായ. അദ്ദേഹം ധനത്തിന് വേണ്ടിയല്ല തൻ്റെ ധർമ്മം അനുഷ്ഠിച്ചത്. ധർമ്മം അനുഷ്ഠിക്കുമ്പോൾ ധനം ഉണ്ടാവുക. ധർമ്മം അനുഷ്ഠിക്കുമ്പോൾ ധർമ്മത്തിന്റെ ഫലമായി നമ്മൾ ആഗ്രഹിക്കാതെ തന്നെ നമുക്ക് വേണ്ടയിടത്തോളം ഇനിയും ധർമ്മം ചെയ്യാതെ ധനം ഉണ്ടാവുക. ഇതാണ് മൂസിന്റെ ജീവിതത്തിന്റെ ആകത്തുക. അദ്ദേഹത്തെ ആയുർവേദാദി ഗ്രന്ഥങ്ങൾ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട്. നീലകണ്ഠ മൂസിന്, നാരായണ മൂസിന്റെ അച്ഛൻ പത്മശ്രീ നീലകണ്ഠ മൂസിനെ അദ്ദേഹത്തിന് ഇവിടെ വന്ന് പുരസ്കാരം, ഇവിടെ മുറ്റത്ത് ഇല്ലത്തെ മുറ്റത്ത് പന്തല് കിട്ടി അവിടെ പുരസ്കാരം നൽകാനുള്ള അവസരം ഉണ്ടായി. പിന്നീട് നാരായണ മൂസിനും അതുപോലെ തന്നെ പുരസ്കാരം നിശ്ചയിച്ചപ്പോൾ അദ്ദേഹത്തിന് സുഖമില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് പുരസ്കാരം ഇവിടെ കൊണ്ട് നൽകാൻ അവസരം ഉണ്ടായി. അങ്ങനെ അനവധി സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ അഷ്ടാംഗഹൃദയം മുതലായിട്ടുള്ളതായിരിക്കുന്ന ആധികാരികങ്ങളായ ഉപരിഗ്രന്ഥങ്ങളിൽ, ആയുർവേദ ഗ്രന്ഥങ്ങളിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന അറിവ് എന്ന് പറഞ്ഞാൽ
സാധാരണ ഇപ്പോൾ ശാസ്ത്രങ്ങളൊക്കെ എങ്ങനെയാ വെച്ചാൽ ശാസ്ത്രങ്ങൾ വായിച്ച് അർത്ഥം പറഞ്ഞ് അതിൻ്റെ പൂർവപക്ഷങ്ങളും ഉത്തരപക്ഷങ്ങളും അതിൻ്റെ സിദ്ധാന്തവും ഒക്കെ പറഞ്ഞ് പഠിപ്പിക്കും. പക്ഷെ ഇതിൻ്റെ അപ്പുറത്തൊരു കാര്യം, ഇതിൻ്റെ അപ്പുറത്തുള്ളൊരു കാര്യം പൂർവപക്ഷങ്ങളെ സ്വയം ഉണ്ടാക്കലാണ്. സ്വയം ചില പൂർവപക്ഷങ്ങളെ ഉദ്ധിതാകാംക്ഷകൾ, ഉത്ഥാപ്യാകാംക്ഷകൾ എന്ന് ശാസ്ത്രത്തിലെ രണ്ട് തരത്തിലെ പൂർവപക്ഷങ്ങളുണ്ട്. പൂർവപക്ഷം ഇതിനെ പറയുന്ന സിദ്ധാന്തത്തെ ഖണ്ഡിക്കാൻ വേണ്ടി ഒരു മതം അവതരിപ്പിക്കുക. അതിൽ സ്വയം മറ്റ് ശാസ്ത്രങ്ങളുടെ പരിജ്ഞാനം കൊണ്ട്, മറ്റ് ശാസ്ത്രങ്ങളിലുള്ള വിപുലമായ പരിജ്ഞാനം കൊണ്ട് ഈ പ്രസ്തുത ഗ്രന്ഥം ഏത് ശാസ്ത്രമാണോ വ്യാഖ്യാനിക്കുന്നത് ആ വ്യാഖ്യാനിക്കുന്ന ശാസ്ത്രത്തിലെ പുതിയ അറിവുകളെ ഉൽപ്പാദിപ്പിക്കാൻ സാധിപ്പിക്കുന്ന, പുതിയ അറിവുകളെ അവിടെ വികസിപ്പിച്ചെടുക്കാൻ കഴിയുന്ന, ആയുർവേദത്തിലൊക്കെ അനന്ത സാധ്യതയാണത്. നമ്മൾ ആയുർവേദത്തിന് ഏതാണ്ട് ഒരു 10% ഗ്രന്ഥങ്ങളെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. നമ്മുടെ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആയുർവേദ വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, നമ്മുടെ ആയുർവേദ പാരമ്പര്യത്തിൽ എത്രയോ പാരമ്പര്യങ്ങളുണ്ട്. ആ ചികിത്സാ പാരമ്പര്യങ്ങളെല്ലാം ആയുർവേദത്തിന്റെ തന്നെ ഭാഗമാണ്. ഈ പാരമ്പര്യത്തിൽപ്പെട്ട അനവധി ഗ്രന്ഥങ്ങൾ ഇന്നേ വരെ തുറന്നു നോക്കാത്തത് പോലുമുണ്ട്. അതൊക്കെ പരിശോധിച്ചാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വരുന്ന പല സമസ്യകൾക്കും സമാധാനം ആ ഗ്രന്ഥങ്ങളിൽ ഉണ്ടായിരിക്കും. അത് കണ്ടെത്താൻ കഴിയും. പൂർണ്ണമായിട്ടും ഉണ്ടെന്നല്ല പറഞ്ഞത്, പലതും വികസിപ്പിച്ചെടുക്കേണ്ടി വരും. പക്ഷേ അതിന്റെ മൂലങ്ങളൊക്കെ അവിടെ കാണാൻ കഴിയും. ഇങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത്, അഷ്ടാംഗഹൃദയത്തിന്റെ ഒരു വ്യാഖ്യാനം ഞാൻ കണ്ടെടുത്തത് അന്ന് ഈ ചെന്യാമിഷനിലെ പിറവത്ത് അവിടെ കേന്ദ്ര സർക്കാരിന്റെ ഒരു ഗവേഷണ കേന്ദ്രം നിലവിൽ വന്ന് അതിന്റെ ഒരു അധ്യക്ഷൻ എന്ന നിലയിൽ എന്നെ നിയമിച്ച കാലത്ത് കുറെ കൊല്ലം, ഒരു 10-15 കൊല്ലം മുമ്പാണ്. താളിയോലകൾ ഉള്ള കേരളത്തിലെ ആയുർവേദ ഗ്രന്ഥങ്ങളുടെ ഇതേവരെ പ്രകാശനം ചെയ്യപ്പെടാത്ത, ഇതേവരെ പണ്ഡിതന്മാർ കാണാത്ത അപ്രകാശനങ്ങളായിരിക്കുന്ന താളിയോല ഗ്രന്ഥങ്ങൾ, ഒരു 500 താളിയോല ഗ്രന്ഥങ്ങൾ കണ്ടെടുത്ത് വളരെ ആധികാരികമായിട്ടുണ്ട്. അതിലൊക്കെ ഇന്നുള്ള പുതിയ ജീവിത ശൈലീജന്യമായിട്ടുള്ള രോഗങ്ങൾ, അങ്ങനെയുള്ള രോഗങ്ങൾക്കൊക്കെയുള്ള ചികിത്സകളുടെ പല വിധാനങ്ങൾ, പലതരത്തിലുള്ള രീതികൾ, സമ്പ്രദായങ്ങൾ ഒക്കെ അത് വിവരിക്കുന്നുണ്ട്. അതിൽ അഷ്ടാംഗഹൃദയത്തിന്റെ ഒരു വ്യാഖ്യാനം ഉണ്ടായിരുന്നു. ആ വ്യാഖ്യാനം ഞാൻ കിട്ടിയപ്പോൾ അത് ആദ്യം മൂസായിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. അത് ഒത്തിരി കഠിനമാണ്. കാരണം ന്യായദർശനവും മീമാംസ ദർശനവും സാങ്കേതിക നല്ലപോലെ പരിചയമില്ലെങ്കിൽ അത് വ്യാഖ്യാനിക്കാൻ എളുപ്പമല്ല. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ടുവന്നപ്പോ അദ്ദേഹം ആദ്യത്തെ ശ്ലോകം തന്നെ വ്യാഖ്യാനിച്ചു കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞതിന്റെ ഒരു ഭാഗം ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം പറയാണ്, അഷ്ടാംഗഹൃദയക്കാരൻ നല്ലൊരു സാഹിത്യകാരനാണ്. ശാസ്ത്രമായിട്ട് ശാസ്ത്രവിദ്യയാണ്. പക്ഷേ അദ്ദേഹം അഷ്ടാംഗഹൃദയക്കാരനായുള്ള വാഗ്ഭടനെ അദ്ദേഹം കാണുന്നത് എന്ന് സാഹിത്യകാരനായിട്ടാണ്. കാരണം സാഹിത്യത്തിൽ മാത്രമേ, സാഹിത്യമായി അവതരിപ്പിക്കുമ്പോഴേ എല്ലാ വിഷയങ്ങളെയും കൂട്ടിച്ചേർക്കാൻ പറ്റുള്ളൂ എന്നാണ്. അതിന് അദ്ദേഹം അതിന് ഉപോത്ബലകമായ ഒരുപാട് യുക്തികൾ പറയുന്നത്. ഇതൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നെങ്കിലല്ലോ ഒരു 10 ഗ്രന്ഥങ്ങൾ പബ്ലിഷ് ചെയ്യാനുള്ള വിവരങ്ങൾ മൂസിന്റെ ഈ ചർച്ചയിൽ നിന്നൊക്കെ ഉണ്ടാവുമായിരുന്നു. നമുക്ക് ഇതിനൊന്നും സാധിച്ചിട്ടില്ല. ഇങ്ങനെ നമ്മുടെ അറിവുകളൊക്കെ പല പഴയ പണ്ഡിതന്മാരുമായിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ വലിയ അറിവുകളാണ്, പുതിയ പുസ്തകങ്ങൾ രൂപപ്പെടാനുള്ള വിഷയങ്ങളാണ് അതൊക്കെ. പക്ഷേ അതൊന്നും സാധിച്ചില്ല. അദ്ദേഹത്തിന്റെ ഇപ്പോ ഇവിടെ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണെങ്കിലും ആയുർവേദത്തിന്റെ ഒരു 1940-കളിലല്ലേ ഇവിടെ ഈ വൈദ്യശാല ആരംഭിക്കുന്നത്. 40-ലാണ് തോന്നുന്നു, 41. 1941 സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പാണ് ഒരു ചെറിയ വൈദ്യശാല ഇവിടെ ഇല്ലത്തിന്റെ അടുത്ത് തന്നെ, അങ്ങനെ തേക്കാട്ടിശ്ശേരിയിൽ തന്നെ തുടങ്ങാം. 2 കൊല്ലത്തിനുള്ളിൽ തൃശ്ശൂരും എറണാകുളത്തും ഇത് വൈദ്യശാല വരും. പിന്നെ അവിടെ അങ്ങനെ പടർന്ന് കേരളത്തിന്റെ പല ഭാഗത്തായി, കേരളത്തിന് പുറത്തായി. അപ്പോഴൊക്കെ നരള മൂസൻ എന്നെ ചുമതലയായിരിക്കും. നീലകണ്ഠ മൂസിന് അദ്ദേഹത്തിന്റെ അച്ഛന് അത്തരത്തിലുള്ള ഒരു ഇനിഷ്യേഷൻ ഉണ്ടായിരുന്നില്ല. അത് നരള മൂസിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തതിന് ശേഷമാണ് സംഭവിച്ചത്. വലിയ മാറ്റങ്ങൾ ഉണ്ടായി ആയുർവേദം.